ഇത് മോഹൻജിയാണ്. പ്രതിരോധം എന്ന നിത്യപ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പ്രതിരോധം കാരണം പല അവസരങ്ങളും നമുക്ക് നഷ്ടമാകാറുണ്ട്. ആദ്യം നമുക്ക് ആന്തരിക പ്രതിരോധത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഒരുപാട് സങ്കല്പങ്ങളും മുൻവിധികളും ഇഷ്ടാനിഷ്ടങ്ങളും ചായ്വുകളും ഒക്കെ കൂട്ടിവെക്കാറുണ്ട്. ഇവ കാരണം നമ്മളിൽ ചില പ്രതിരോധങ്ങൾ വളർന്നു വരുന്നു. ചിലപ്പോൾ ഇത് മുൻവിധികളായും ഭയമായും ഫോബിയകളായും അല്ലെങ്കിൽ അമിതമായ ജാഗ്രതയായും ഒക്കെ പുറത്തു വരാം. പല രീതിയിൽ നമ്മൾ ഈ പ്രതിരോധം പ്രകടിപ്പിക്കുന്നു. നമ്മൾ ഒന്നിനെ പ്രതിരോധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ കാര്യം അവിടെ തന്നെ നിലനിൽക്കുന്നു. അത് കൂടുതൽ കാലം അവിടെ തന്നെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിനെയാണോ വെറുക്കുന്നത് അല്ലെങ്കിൽ എന്തിനെയാണോ പ്രതിരോധിക്കുന്നത്, അവ കൂടുതൽ കാലം നമ്മോടൊപ്പം ഉണ്ടാകും. ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും. പല തടസ്സങ്ങളും അസൗകര്യങ്ങളും അത് സൃഷ്ടിക്കും. ചിലർ ചില കാര്യങ്ങളോടുള്ള പ്രതിരോധം കാരണം മുന്നോട്ട് പോകാൻ പോലും തയ്യാറാകാതെ അവിടെ തന്നെ നിൽക്കുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ലോകത്ത് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തവർ, തങ്ങളുടേതായ അടയാളം പതിപ്പിച്ചവർ എല്ലാവരും തന്നെ പ്രതിരോധം അനുഭവിച്ചവരാണ്. സമൂഹത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും അവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ ധൈര്യവും ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും അവരെ മുന്നോട്ട് നയിച്ചു. അവർ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ ആ പ്രതിരോധത്തെ ഒരു പ്രചോദനമാക്കി മാറ്റി. കാരണം അവർക്ക് തങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിരോധങ്ങൾ ഉണ്ടായിരുന്നു. സ്വാധീന ശക്തിയുള്ള പലരും അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. ഒരു മരപ്പണിക്കാരൻ വന്ന് തത്വശാസ്ത്രം സംസാരിക്കുന്നത് അവരെ അസ്വസ്ഥരാക്കി. ആളുകൾ അദ്ദേഹത്തെ പിന്തുടരുന്നത് അവരെ പ്രകോപിപ്പിച്ചു. അദ്ദേഹത്തെ തടയാനും ഇല്ലാതാക്കാനും അവർ പരമാവധി ശ്രമിച്ചു. ഒടുവിൽ അവർ അത് ചെയ്യുകയും ചെയ്തു. പക്ഷേ യേശു പിന്മാറിയില്ല. അദ്ദേഹം തൻ്റെ കർമ്മം തുടർന്നുകൊണ്ടേയിരുന്നു. പ്രതിസന്ധികളിലും അദ്ദേഹം മുന്നോട്ടു പോയി. ഇതാണ് മഹാന്മാരുടെ ലക്ഷണം. ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാം. വലിയ നേട്ടങ്ങൾക്ക് മുമ്പ് അവർക്ക് കടുത്ത പ്രതിരോധം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ജിംനാസ്യത്തിൽ പോയി വ്യായാമം ചെയ്യുന്നത് പോലെയാണ് അത്. ശരീരം കരുത്തുറ്റതാക്കാൻ നിങ്ങൾക്ക് ഭാരങ്ങൾ ഉയർത്തേണ്ടി വരും. അതുപോലെ സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കഠിനമായി പോരാടേണ്ടി വരും. സമകാലിക സമൂഹം നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കും, നിങ്ങളെ ഭീഷണിപ്പെടുത്തും, നിങ്ങളുടെ സ്വഭാവത്തെ ഹനിക്കാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടെങ്കിൽ പ്രതിരോധങ്ങളെ നേരിടാൻ സാധിക്കുമെങ്കിൽ വിജയം നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് പ്രതിരോധം എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. ഉള്ളിലെ പ്രതിരോധങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. മുൻവിധികളും മലിനമായ ചിന്തകളും. സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പലതും ഉപയോഗശൂന്യമാണ്. ജീവിതം എന്നത് അനുഭവങ്ങളാണ്. ഓരോ നിമിഷത്തെയും അനുഭവങ്ങൾ. നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ നമ്മൾ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? ആളുകളെ എന്തിനാണ് ഭയക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതമുണ്ട്, നമ്മുടെ രീതികളുണ്ട്. അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലെങ്കിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. മറ്റുള്ളവർക്ക് ദോഷകരമാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും തിരുത്തുകയും വേണം. രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് മറ്റുള്ളവരെ ചെളിവാരി എറിയുന്നത്. നല്ലവരായ രാഷ്ട്രീയക്കാരെ പലപ്പോഴും പുരോഗതി ആഗ്രഹിക്കാത്തവർ തടയാൻ ശ്രമിക്കാറുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിയേക്കാൾ സ്വന്തം സ്വാർത്ഥതയ്ക്കാണ് അവർ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്നവർ പലപ്പോഴും ആക്രമിക്കപ്പെടാറുണ്ട്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എപ്പോഴും ഓർക്കുക, നിങ്ങൾ എന്തിനെ പ്രതിരോധിക്കുന്നുവോ അത് നിലനിൽക്കും. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം പ്രതിരോധിക്കും. അത് വീണ്ടും വീണ്ടും വരുമ്പോൾ നമ്മൾ ശീലിക്കുകയും പിന്നീട് സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കും വിലപ്പെട്ട സമയം നഷ്ടമായിട്ടുണ്ടാകും. നമ്മൾ ഒരു കുട്ടിയെ പോലെ ആകണം. എല്ലാം വരുന്നു, നമ്മൾ അവയെ സ്വീകരിക്കുന്നു. ഇത് നമുക്ക് അനുയോജ്യമാണോ എന്ന് നോക്കുന്നു. ആണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. എല്ലാ തത്വശാസ്ത്രങ്ങളും എല്ലാ വ്യക്തികളും നമുക്ക് ചേരണമെന്നില്ല. അത് കുഴപ്പമില്ല. കാരണം ഓരോരുത്തർക്കും അവരവരുടെ സ്വഭാവ രീതികളുണ്ട്. എന്നാൽ നമ്മൾ ആളുകളെയും ആശയങ്ങളെയും നിരന്തരം പ്രതിരോധിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മളൊരു കൂട്ടിലകപ്പെട്ട മൃഗത്തെ പോലെയാകും.
നിങ്ങളുടെ പ്രതിരോധത്തിൻ്റെ അളവാണ് നിങ്ങളുടെ പുരോഗതിയുടെ അളവുകോൽ. ഈ ചിന്ത ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം പ്രതിരോധിക്കുന്നു, എത്രത്തോളം സ്വീകരിക്കുന്നു. സ്വീകാര്യത ജീവിതത്തെ സുഗമമാക്കുന്നു. നമ്മെ തന്നെ സ്വീകരിക്കുക, ചുറ്റുമുള്ളവരെ സ്വീകരിക്കുക, സമൂഹത്തെയും നമുക്ക് ലഭിച്ച സാഹചര്യങ്ങളെയും സ്വീകരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ ജീവിതം എങ്ങനെയായിരിക്കും? ഈ ചിന്ത ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ, ഇത് മോഹൻജി.